ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കളങ്കാവൽ സിനിമയുടെ ഒരു കൗണ്ട് ഡൗൺ പോസ്റ്റർ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വിനായകന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ആയിരുന്നു, 10 days to go എന്ന് പറഞ്ഞിട്ടുള്ള. അതിന് ഉഷാറ് പരിപാടിയായിരുന്നു കേട്ടോ. അത് പോസ്റ്ററിനൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്, എന്താ കളങ്കാവലിന്റെ. അതിന്റെ കൂടെ അവര് ഒരു BTS പുറത്തുവിട്ടിട്ടുണ്ട്, ഒരു 50 seconds ബിഹൈൻഡ് ദ സീൻ. ഞാൻ ബിഹൈൻഡ് ദ സീൻ ഒക്കെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ആ ട്രെയിലറിലാവട്ടെ ടീസറിലാവട്ടെ മമ്മൂക്കയുടെ വലിയൊരു കാര്യങ്ങളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ആ ഒരു മൊത്തത്തിലുള്ള ക്യാരക്ടറിന്റെ മൊത്തത്തിലുള്ള ലുക്സും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന്റെ മുന്നേ തന്നെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ലീക്ക് ഫോട്ടോസ് ഒക്കെ. പക്ഷെ BTS എങ്ങനെ ഇറക്കും എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടോ. കാരണം പൊതുവെ അങ്ങനെയൊന്നും ഇറക്കാറില്ല. ക്യൂബ്സ് എന്റർടൈൻമെന്റ് മാർക്കോ ഇറങ്ങിയ സമയത്ത്, ഇപ്പോൾ കാട്ടാളൻ ഇറങ്ങണ സമയത്തും അവരിങ്ങനെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട്, ഓരോ അവരുടെ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയാണ് നടക്കണത് എങ്ങനെയൊക്കെയാ. അതില് പക്ഷെ ആക്ടേഴ്സിനെയോ അതേപോലെ അതിലെ വേറെ ആക്ടേഴ്സ് അവരുടെ ലുക്സ് കാര്യങ്ങളൊന്നും അല്ല അവർ പുറത്ത് കാണിക്കണത്. ജസ്റ്റ് ക്യാമറ പരിപാടി സംഭവങ്ങൾ എങ്ങനെയാണ് അവരെ ലോജിസ്റ്റിക്സ് പോണതും വരുന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇത് BTS ഇറങ്ങിയ സമയത്ത് ഓക്കെ എന്തായിരിക്കും എന്നുള്ളതൊക്കെയായിരുന്നു. ആൻഡ് അത് കണ്ട സമയത്ത് രസം തോന്നിട്ടോ. 50 സെക്കൻഡ്, ഐ മീൻ 50 സെക്കൻഡ്സിന്റെ ഒരു പെട്ടെന്ന് തീരുന്നൊരു വീഡിയോ. അതിൽ നമ്മൾ പലതും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മമ്മൂക്ക ആ സിനിമയുടെ ഓരോ സ്റ്റേജിൽ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ട മമ്മൂക്കയുടെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും അതിന്റെ കുറച്ച് ഒരു 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 വേർഷൻ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ ലാസ്റ്റും മറ്റേ ഇത് വെച്ചിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. അത് ഞാൻ കാണുമ്പോ പറയാം. நீங்க யாரு? സാറായിരുന്നോ ഈ നപ്പ്? ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്മിങ് ടു യു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സിഗരറ്റ് വലിച്ചിട്ടുള്ള അത് സിഗരറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു ഇതിൽ തന്നെ മനസ്സിലാവും. കാരണം എല്ലാ പോസ്റ്റേഴ്സിനും മമ്മൂക്കയുടെ കയ്യിലോ അല്ലെങ്കിൽ മമ്മൂക്ക സിഗരറ്റ് വലിക്കുന്നതായിട്ട് കാണിക്കേണ്ടത്. ആൻഡ് ആ ഒരു സീൻ, അതിലുള്ള ആ സ്മൈൽ, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സംഭവം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. എത്രത്തോളം ഒരു അങ്ങനത്തെ റോളാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ 5-ാം തീയതിയാണ് സിനിമ ഇറങ്ങട്ടെ, ഉഷാറാവട്ടെ. ആൻഡ് അത് കൂടാതെ തന്നെ വേറെ അടിപൊളി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കാത്തിരിക്കണ എൻ്റെ ഒരു ഫേവറേറ്റ്, എന്താ പറയുക, ആ ഒരു ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് ഐ ആം ഗെയിം. അത് എന്തുകൊണ്ട് ഫേവറേറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സമയത്തിന് ശേഷം DQ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആൻഡ് അതിൻ്റെയൊക്കെ മുകളിൽ അതൊരു ഒരു സ്റ്റൈലിഷ് പടാവും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കൈ മാത്രമുള്ളത്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര, ആദ്യം ഐ ആം ഗെയിം എന്ന് കേട്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പേര് എന്നുള്ളത്. പിന്നെ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കാണണം എന്നുള്ളൊരു തോന്നല്. അതിന്റെ ഡയറക്ടർ DXന്റെ ഒക്കെ ഡയറക്ടറായിരുന്നു. പിന്നെ ആന്റണി വോഗീസ് പെപ്പെ അതിന്റെ ഒരു ഭാഗമാണ്. ഒരുപാട് എന്താ പറയാ, അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള അതിൽ വരുന്ന ആക്ടേഴ്സും കാര്യങ്ങളും കുറച്ച് അടിപൊളി പരിപാടി, കുറച്ച് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പരിപാടിയാണെന്നുള്ളത് ആദ്യമേ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സിനിമേന്റെ ഡീറ്റെയിൽസും അതിന്റെ അപ്ഡേറ്റ്സും കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആണ്. ഈവൻ കാന്തയുടെ ടൈമിൽ പോലും DQനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ലോക പിന്നൊന്നായിരുന്നു ഐ ആം ഗെയിം. ആൻഡ് DQ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അതിന്റെ കാന്തയുടെ ലുലു മോളിൽ വെച്ചിട്ടുള്ള ഇവന്റിൽ ആളുടെ സൗണ്ട് ഒക്കെ പോയത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് അലറി വിളിച്ചിട്ടാണ്. അതുപോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് ഫിസിക്കലി ഡിമാൻഡിങ് പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പൊ വീണ്ടും വീണ്ടും ഹൈപ്പ് കൂടുകയാണ് സിനിമയ്ക്ക് വേണ്ടി, ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് DQന്റെ സൈഡിൽ നിന്ന് വന്നതായിരുന്നു. സമ്മർ 2026 സിനിമ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ആ ഒരു ടൈമിലായിരിക്കും സിനിമ വരുന്നുണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു സമയത്ത് സിനിമ ഇറങ്ങുമ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് DQന്റെ ഒരു മലയാള സിനിമ വരുന്നത്. ലോക കൂട്ടണ്ട, ലോകയുടെ ക്യാമറ അപ്പിയറൻസ് കൂട്ടാതെ 3 വർഷത്തിന് ശേഷമായിരിക്കും DQ ഒരു മലയാള സിനിമയിൽ വരുന്നത്, കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം. കിങ് ഓഫ് കൊത്ത എപ്പോഴായിരുന്നു? ഓഗസ്റ്റിലായിരുന്നു, ഓണം ടൈമിനായിരുന്നു അത്. 2026 അടുത്ത മലയാള സിനിമ വരുന്നത്. എത്ര ആ ഗ്യാപ്പ്, 3 വർഷം കാണുന്നത് വലിയൊരു ടൈം പീരീഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 28 എന്ന് വെച്ചാൽ നാളെ 6 മണിക്ക് ഫസ്റ്റ് ലുക്ക് ഇറങ്ങും. അല്ലെ, ഫസ്റ്റ് ലുക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ അന്നത്തെ പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് ആയിരുന്നില്ലേ? അതായിരുന്നു എന്റെ സംശയം. എന്തായാലും ഒരു
തോക്കൊക്കെ കയ്യിലുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇതൊരു ഒരു സ്യൂട്ടും തോക്കൊക്കെ കയ്യിൽ സ്യൂട്ട് ഇട്ടിട്ടാണെന്നുള്ളത് എവിഡന്റ് ആണ്. എൻ്റെ കയ്യിലൊരു തോക്കുണ്ട്. അപ്പൊ ഇതൊരു കുറച്ച് റിച്ച് ആയിട്ടുള്ള പരിപാടിയാണെന്നുള്ള ആണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത് അനൗൺസ്മെന്റ് മുതലേ അതിന്റെ പുറകെ ഇങ്ങനെ പോണ സമയത്തും ആ ഒരു ക്യാരക്ടർ ഇപ്പൊ ദുൽഖർ തന്നെ ഈ അടുത്ത് പറഞ്ഞു കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് എന്താ മാസീവ് ആയിട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. ആ ഒരു കൊമേഴ്ഷ്യൽ പടം സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഐ മീൻ ഈ ഒരു അപ്ഡേറ്റ് പോസ്റ്റർ കാണുമ്പോൾ തന്നെ അതിനൊരു ഒരു ഒരു ലുക്ക് ഉണ്ട്, ഒരു എന്താ റിച്ച്നെസ് ഉണ്ട്. ഈവൻ അത് നാളെ ഇറങ്ങണ പോസ്റ്റർ ആണെങ്കിൽ പോലും എനിക്ക് നാളെ ഇറങ്ങണ പോസ്റ്റർ DQന്റെ ലുക്ക് ഒന്ന് റിവീൽ ചെയ്യണ രീതിയിലുള്ള പോസ്റ്റർ ആയാൽ മതിയായിരുന്നു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ. കാരണം അത് കാണാൻ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ കാത്തിരിക്കാം. നാളെ എന്ന് പറഞ്ഞാൽ 28-ന് DQയുടെ 6 o'clock DQയുടെ ഐ ആം ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ പോസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതും റിയാക്ട് ചെയ്യും. അപ്പൊ രണ്ട് അടിപൊളി കിടിലം അപ്ഡേറ്റ്സ് ആണ് മമ്മൂക്കയുടെയും DQയുടെയും ഭാഗത്ത് നിന്ന്. മമ്മൂക്കയുടെ എന്ന് പറയുമ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു പ്രൊമോഷണൽ വീഡിയോ BTS ആൻഡ് DQയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ടും എന്തായാലും ഉഷാറായിരുന്നു ദിവസം. ഒരു സാധനം കണ്ടപ്പോഴും പിന്നെ DQയുടെ ആം ഗെയിമിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരും എന്നുള്ളത് അറിഞ്ഞപ്പോഴും ഇനിയിപ്പോ വരാൻ പോണ ദിവസങ്ങളിലൊക്കെ ഓരോ അപ്ഡേറ്റ്സ് വരാൻ പോണ ദിവസം ഇൻ ദ സെൻസ് ഡിസംബറിലാവട്ടെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടാവും. പിന്നെ ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് തന്നെ സിനിമയുടെ ടീസർ എന്തെങ്കിലും പുറത്തു വിടാൻ ചാൻസ് ഉണ്ട്. കാരണം 2026 ആകുമ്പോഴേക്കും സിനിമ റിലീസ് ഐ മീൻ ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും സിനിമ റിലീസ് എന്നുള്ളൊരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം, കാണാം. പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ടും പുതിയ സിനിമ റിലേറ്റഡ് വീഡിയോസിനായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.